സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം. ഉന്നത യോഗത്തിൽ 25 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എരുമപ്പെട്ടി, കാഞ്ഞിരക്കോട്, തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. കോലഴിയിൽ വീട്ടുപരിസരത്തെ കോഴിക്കൂടിനരികിൽ ഭീമൻ മലമ്പാമ്പ്. അതിവേഗം പിടികൂടി സുരക്ഷ ഉറപ്പാക്കി പഞ്ചായത്ത് പ്രസിഡന്റ്. മനോധൈര്യം നിറഞ്ഞ വേറിട്ട ജനസേവനത്തിന് നിലയ്ക്കാത്ത കയ്യടി. മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളിലെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം. DMK, ആം ആദ്മി പാർട്ടി എന്നീ പ്രമുഖ കക്ഷികൾ വിട്ടുനിന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന സഖ്യത്തിന്റെ ഉന്നതതല യോഗത്തിൽ 25 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം. DMK, ആം ആദ്മി പാർട്ടി എന്നീ പ്രമുഖ കക്ഷികൾ വിട്ടുനിന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന സഖ്യത്തിന്റെ ഉന്നതതല യോഗത്തിൽ 25 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചു. വരാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട സംയുക്ത തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിനും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കുന്നതിനുമായി 5 പ്രധാന തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്. രാജ്യത്തെ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വോട്ട് ചോർച്ച ആരോപണങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകാനും പ്രതിപക്ഷ സഖ്യം തീരുമാനിച്ചു. CBSE പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കടുത്ത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമാണെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിലെ ഗുരുതരമായ അപാകതകൾ കാരണം ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളും ഭാവിയുമാണ് കേന്ദ്ര സർക്കാർ തകർത്തതെന്ന് മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. രാജ്യത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി, കടുത്ത വിലക്കയറ്റം, കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾ എന്നിവ വിശദമായി ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരികയാണെന്നും യോഗം വിലയിരുത്തി. സഖ്യത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഇനി മുതൽ എല്ലാ 2 മാസം കൂടുമ്പോഴും ഇന്ത്യ സഖ്യം സംയുക്ത യോഗം ചേരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത യോഗം ഒക്ടോബർ 8-ന് ഹൈദരാബാദിൽ വെച്ച് നടക്കും. കൂടാതെ വരാനിരിക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളന കാലയളവിൽ സഭ സമ്മേളിക്കുന്ന എല്ലാ ദിവസവും രാവിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ സഖ്യകക്ഷികളുടെ സംയുക്ത യോഗം ചേർന്ന സഭയിലെ നീക്കങ്ങൾ ഏകോപിപ്പിക്കാനും നേതാക്കൾ ധാരണയിലെത്തി. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോടാണ് സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോടാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. കാഞ്ഞിരക്കോട് പാരാത്തുകുളം കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ജനസേവനത്തിനായി ഏതറ്റം വരെയും പോകും. ജനവാസ മേഖലയിലെ വീട്ടുപരിസരത്തെ കോഴിക്കൂടിന് സമീപമെത്തിയ മലമ്പാമ്പിനെ പിടികൂടി പഞ്ചായത്ത് പ്രസിഡന്റ്. കോലഴി പഞ്ചായത്തിലെ തിരൂർ ഫീൽഡ് നഗറിലാണ് സംഭവം. ജനസേവനത്തിനായി ഏതറ്റം വരെയും പോകും. ജനവാസ മേഖലയിലെ വീട്ടുപരിസരത്തെ കോഴിക്കൂടിന് സമീപമെത്തിയ മലമ്പാമ്പിനെ പിടികൂടി പഞ്ചായത്ത് പ്രസിഡന്റ്. കോലഴി പഞ്ചായത്തിലെ തിരൂർ ഫീൽഡ് നഗറിലാണ് സംഭവം. പ്രദേശത്തെ വീടിന് സമീപം കഴിഞ്ഞ രാത്രിയിലാണ് ഭീമൻ പാമ്പിനെ കണ്ടെത്തിയത്. ഭീതിയിലായ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു സ്ഥലത്തെത്തിയത്. പാമ്പ് തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് ഓടിമറയാനുള്ള സാധ്യത കണക്കിലെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് മുണ്ടു മടക്കി കുത്തി പാമ്പിനെ പിടികൂടാൻ തന്നെ തീരുമാനമെടുത്തു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ആദ്യം പാമ്പിനെ കയറ്റാൻ പാകത്തിലുള്ള ഭീമൻ പ്ലാസ്റ്റിക് പൈപ്പ് സംഘടിപ്പിച്ചു. ഏറെ ശ്രമകരമായി ശ്രദ്ധയോടെ പാമ്പിനെ പൈപ്പിനുള്ളിലാക്കി. തുടർന്ന് പട്ടിക്കാട് നിന്ന് സ്ഥലത്തെത്തിയ റെസ്ക്യൂ സംഘത്തിന് പാമ്പിനെ കൈമാറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മേഖലയിൽ നിന്ന് മടങ്ങിയത്. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം സംഭവിച്ചു. താണിയൻ ബസാറിൽ മുണ്ടഞ്ചേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്. ശ്രീനാരായണപുരത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം സംഭവിച്ചു. താണിയൻ ബസാറിൽ മുണ്ടശ്ശേരി വീട്ടിൽ വിജയലക്ഷ്മി വേണുഗോപാലിന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത്.
ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. വലിയ ശബ്ദത്തോടെയുണ്ടായ ഇടിമിന്നലിൽ വീടിന് കനത്ത നാശനഷ്ടവും സംഭവിച്ചു. മുറിക്കകത്തെ ടൈൽസുകൾ തകർന്ന നിലയിലാണ്. കൂടാതെ വീട്ടിലെ ഫാനുകൾ തുടങ്ങി മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നശിച്ച നിലയിലാണ്. സംഭവ സമയം വീട്ടുകാർ വീടിന് പുറത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. താലം റോഡിൽ അടിപ്പറമ്പിൽ സതീശന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. തൃശൂർ മതിലകത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. താലം റോഡിൽ അടിപ്പറമ്പിൽ വീട്ടിൽ സതീഷിന്റെ വീടിന്റെ അടുക്കളയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. ഇതോടെ വീട്ടുകാർ വലിയ ഭീതിയിലും ആശങ്കയിലുമായി. തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ച ശ്രദ്ധയോടെ പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ഇനി കായിക വിശേഷങ്ങളുമായി തനിനിറം ഗോൾ ഗാർഡൻ. സുവർണകാലത്തിന്റെ ഓർമ്മകൾക്ക് ശേഷം വലിയ ഇടിവ് നേരിട്ട സ്പെയിൻ ടീം പുത്തൻ പ്രതീക്ഷയിൽ. പുതിയ പരിശീലകൻ ലൂയിസ് ഡി ലാ ഫ്യൂൻഡെയുടെ കീഴിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് സ്പെയിൻ. 2008 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇനിയസ്റ്റ, സാവി, ബുസ്കറ്റ്സ്, റാമോസ്, ടോറസ് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ നേതൃത്വത്തിൽ ടീം ലോകകപ്പും യൂറോ കിരീടവും നേടി ചരിത്രം കുറിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന തലമുറ മാറ്റത്തോടെ സ്പെയിനിന്റെ പ്രകടനം താഴ്ന്നു. കഴിഞ്ഞ 3 ലോകകപ്പുകളിൽ മികച്ച മുന്നേറ്റം സാധിക്കാതെ ഗ്രൂപ്പ് ഘട്ടവും അവസാന 16 കടക്കാൻ പോലും ടീം ബുദ്ധിമുട്ടി. ഇതിനിടയിലാണ് ഡെ ലാ ഫ്യൂൻഡെ ചുമതലയേൽക്കൽ. ടിക്കി ടാക്ക ശൈലിയെ പുതുക്കിയ രീതിയിൽ മാറ്റി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കീഴിൽ സ്പെയിൻ വീണ്ടും കരുത്ത് വീണ്ടെടുക്കുകയാണ്. നേഷൻസ് ലീഗിലും യോഗ്യതാ മത്സരങ്ങളിലും ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പൊസിഷൻ ഫുട്ബോളും സിസ്റ്റമാറ്റിക് കളിയും അടിസ്ഥാനമാക്കിയുള്ള 4-3-3 ഫോർമേഷനിലാണ് ടീം കളിക്കുന്നത്. പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, സുബിമൈൻഡി തുടങ്ങിയവർ മിഡ്ഫീൽഡിന്റെ ശക്തിയാണ്. ആക്രമണ നിരയിൽ ലമിൻ യമാൽ, നിക്കോ വില്യംസ് എന്നിവർ സ്പെയിനിന്റെ പ്രധാന ആയുധങ്ങളാണ്. ഇവരുടെ കൂട്ടുകെട്ട ടീമിന്റെ ആക്രമണത്തിന് വേഗതയും സൃഷ്ടിപരമായ മികവും നൽകുന്നു. ഗോൾ കീപ്പർ സ്ഥാനത്തും പ്രതിരോധ നിരയിലും സ്ഥിരത കണ്ടെത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. അതേസമയം ഉയർന്ന പ്രസിംഗ് ശൈലി ചിലപ്പോൾ പ്രതിരോധത്തിൽ ദൗർബല്യങ്ങൾ സൃഷ്ടിക്കുന്നതായും വിലയിരുത്തലുണ്ട്. എങ്കിലും പുതിയ തലമുറ താരങ്ങളുടെ കരുത്തും പരിശീലകന്റെ തന്ത്രപരമായ മാറ്റങ്ങളും സ്പെയിനിന് വീണ്ടും ഒരു വലിയ ടൂർണമെന്റിൽ കിരീട പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് തനിനിറം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.